ഏവർക്കും നമ്മളുടെ ലോ പോയിന്റ് മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഞാൻ റീനു തോമസ്. കഴിഞ്ഞ എപ്പിസോഡിൽ പിഴ എന്താണെന്നും പിഴ അടിക്കാതിരുന്നാൽ തടവ് ശിക്ഷ വരെ ലഭിക്കും എന്നും നമ്മൾ കണ്ടു. ഇന്ന് നമുക്ക് ചില ലീഗൽ ടെർമിനോളജി, അതായത് പരോൾ, പ്രൊബേഷൻ, റെമിഷൻ, സസ്പെൻഷൻ, ഇങ്ങനെയൊക്കെ ചില വാക്കുകളുടെ ലളിതമായ അർത്ഥങ്ങൾ ഈ എപ്പിസോഡിൽ നമുക്ക് മനസ്സിലാക്കാം. ഇതേക്കുറിച്ച് വിശദീകരിക്കാൻ നമ്മോടൊപ്പം സുപ്രീം കോർട്ട് അഭിഭാഷകയും അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡുമായ ശ്രീമതി പ്രസീന എലിസബത്ത് ജോസഫ് ചേരുന്നു. ക്രിമിനൽ ശിക്ഷാ നിയമങ്ങളിൽ നമ്മൾ പലപ്പോഴായി കേൾക്കുന്ന വാക്കുകളാണ് എക്സിക്യൂഷൻ ഓഫ് സെന്റൻസ്, സസ്പെൻഷൻ ഓഫ് സെന്റൻസ്, റെമിഷൻ ഓഫ് സെന്റൻസ്, കമ്മ്യൂട്ടേഷൻ ഓഫ് സെന്റൻസ്, പരോൾ, പ്രൊബേഷൻ എന്നിങ്ങനെ. ഈ വാക്കുകളുടെ അർത്ഥം എന്താണെന്ന് നമുക്ക് ഇന്ന് പരിശോധിക്കാം. എക്സിക്യൂഷൻ ഓഫ് സെന്റൻസ് എന്ന് വെച്ചാൽ ശിക്ഷ നടപ്പാക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഉദാഹരണത്തിന്, ഒരു കുറ്റവാളിയെ 2 വർഷം തടവ് ശിക്ഷ വിധിച്ചാൽ ആ കുറ്റവാളി ആ 2 വർഷം തടവ് ശിക്ഷ അനുഭവിക്കുമ്പോൾ അതിനെ എക്സിക്യൂഷൻ ഓഫ് സെന്റൻസ് എന്ന് വിളിക്കും. രണ്ടാമത്തെ ഒരു കോൺസെപ്റ്റാണ് സസ്പെൻഷൻ ഓഫ് സെന്റൻസ്, അതായത് ശിക്ഷ താൽക്കാലികമായി നിർത്തിവെക്കുക എന്നുള്ളത്. ഇവിടെ ശിക്ഷ അനുഭവിക്കേണ്ടതുണ്ട്, പക്ഷെ അത് നടപ്പാക്കുന്ന രീതിയിൽ താൽക്കാലികമായി ചില സമയങ്ങളിൽ നിർത്തിവെക്കേണ്ടതായി വരുന്നു. ഉദാഹരണത്തിന്, ഒരു കുറ്റവാളിയെ 2 വർഷത്തേക്ക് തടവ് ശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു. പക്ഷേ ഇവിടെ ആ 2 വർഷത്തെ തടവ് ശിക്ഷ അയാൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന രീതിയിൽ താൽക്കാലികമായ കാലതാമസം വരുന്നതായിരിക്കും. ഇത് പ്രത്യേകമായിട്ടും 4 കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഒന്നാമതായി, ഒരു കുറ്റവാളിക്കെതിരെ ഒരു വിധി കോടതി പ്രഖ്യാപിക്കുമ്പോൾ ആ വിധിക്കെതിരായി അപ്പീൽ നടപടികളുമായി കുറ്റവാളി അപ്പീൽ കോടതിയെ സമീപിക്കുമ്പോൾ അപ്പീൽ കോടതി ആ അപ്പീൽ തീർപ്പാക്കുന്നതുവരെ ആ കുറ്റവാളിക്കെതിരെയുള്ള ശിക്ഷാ നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നു. രണ്ടാമതായി, ആരോഗ്യനിലയിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവുകയോ മെഡിക്കൽ എമർജൻസീസ് ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ കുറ്റവാളികൾക്കുള്ള ശിക്ഷ താൽക്കാലികമായി നിർത്തിവെക്കുന്നതായിരിക്കും. ഉദാഹരണത്തിന്, ഒരു കുറ്റവാളി ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾക്കൊരു ഹാർട്ട് അറ്റാക്ക് വരികയോ അയാൾക്ക് എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസിയിൽ ഒരു സർജറി ആവശ്യമായി വരികയോ ചെയ്യുകയാണെങ്കിൽ കോടതികൾ ആ കുറ്റവാളിക്കെതിരെയുള്ള ശിക്ഷ താൽക്കാലികമായി നിർത്തിവെച്ച് അയാൾക്ക് വേണ്ട വൈദ്യസഹായം കൊടുത്ത് അയാൾ അതിൽ നിന്നും റിക്കവർ ആയതിനു ശേഷം മാത്രമേ അയാൾക്കെതിരെയുള്ള ശിക്ഷാ നടപടികൾ കണ്ടിന്യൂ ചെയ്യത്തുള്ളൂ. മൂന്നാമതായി, മാനുഷിക പരിഗണന കൊണ്ടും ചിലപ്പോൾ കോടതികൾ ശിക്ഷാ നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാറുണ്ട്. കാരണം ചിലപ്പോൾ കുറ്റവാളിക്കെതിരെ തടവ് ശിക്ഷ വിധിച്ചിട്ടുണ്ടെങ്കിലും ആ കുറ്റവാളിയാണ് അയാളുടെ കുടുംബത്തിന്റെ ഏക വരുമാന സ്രോതസ് എങ്കിൽ ആ കുടുംബത്തിന് മുന്നോട്ട് പോകുവാനുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എമർജന്റ് മെഷേഴ്സ് എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാലതാമസം അയാൾക്ക് കോടതികൾ അനുവദിക്കാറുണ്ട്. ഈ ഒരു അവസരത്തിൽ കോടതികൾ അയാൾക്കെതിരെയുള്ള ശിക്ഷ താൽക്കാലികമായി നിർത്തിവെക്കാറുണ്ട്. നാലാമതായി, ഒരു കുറ്റവാളിയെ ജയിലിൽ നിന്ന് മറ്റൊരു ജയിലിലേക്ക് നീക്കം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ മറ്റൊരു സൗകര്യത്തിലേക്ക് അയാളെ മാറ്റുന്നതിനോ എടുക്കുന്ന ജയിൽ അതോറിറ്റീസിന് എടുക്കുന്ന കാലതാമസവും ഒരവസരത്തിലും ശിക്ഷാ നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കുകയാണ്. ഈ 4 അവസരങ്ങളിലാണ് കുറ്റവാളികൾക്ക് വിധിക്കുന്ന ശിക്ഷയിൽ താൽക്കാലികമായി കുറച്ച് കാലതാമസം വരുന്നത്. അതിനെയാണ് സസ്പെൻഷൻ ഓഫ് സെന്റൻസ് എന്ന് പറയുന്നത്. മൂന്നാമതായി, റെമിഷൻ ഓഫ് സെന്റൻസ്. റെമിഷൻ ഓഫ് സെന്റൻസ് എന്ന് വെച്ചാൽ കോടതികൾ കൊടുക്കുന്ന ശിക്ഷയുടെ ഇളവ് എന്നാണ്. ഇവിടെ ശിക്ഷ അതുപോലെ തന്നെയുണ്ട്, പക്ഷെ ആ ശിക്ഷയുടെ കാലദൈർഘ്യം ഹ്രസ്വമാക്കുന്നു അല്ലെങ്കിൽ കുറയ്ക്കുന്നു എന്നതാണ് റെമിഷൻ ഓഫ് സെന്റൻസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഉദാഹരണത്തിന്, കോടതി ഒരു കുറ്റവാളിയെ 10 വർഷത്തേക്ക് തടവ് ശിക്ഷയ്ക്ക് വിധിക്കുന്നു. ഇവിടെ അയാളുടെ നല്ല പെരുമാറ്റം കൊണ്ട് കോടതി അയാളുടെ 10 വർഷത്തെ തടവ് ശിക്ഷ 8 വർഷമായിട്ട് കുറയ്ക്കുന്നു. ഈ ഒരു ഇളവിനെയാണ് റെമിഷൻ ഓഫ് സെന്റൻസ് എന്ന് പറയുന്നത്. റെമിഷൻ ഓഫ് സെന്റൻസ് സാധാരണയായി കോടതികൾ അനുവദിക്കാറുള്ളത് കുറ്റവാളികളുടെ നല്ല പെരുമാറ്റം കാരണമാണ്, അല്ലെങ്കിൽ അവർക്ക് റീഹാബിലിറ്റേഷൻ മെഷേഴ്സിന് വേണ്ടിയാണ്. കാരണം അവരെ പുനരധിവസിപ്പിച്ച് അവർക്ക് സമൂഹവുമായിട്ടുള്ള ബന്ധം പുനരധിവസിപ്പിക്കുമ്പോൾ ഇനി കുറ്റങ്ങൾ അയാൾ ചെയ്യുകയില്ലെന്നുള്ള പൂർണ്ണ ബോധ്യം വരുമ്പോഴാണ് കോടതികൾ റെമിഷൻ ഓഫ് സെന്റൻസ് സാധാരണയായി അനുവദിക്കാറുള്ളത്. നാലാമതായി, കമ്മ്യൂട്ടേഷൻ ഓഫ് സെന്റൻസ്. ഇതിലും ശിക്ഷയിൽ ഇളവ് വരികയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ശിക്ഷയുടെ നേച്ചർ മാറുന്നു. കാരണം ഉദാഹരണത്തിന്, കോടതി ഒരു കുറ്റവാളിയെ ഡെത്ത് സെന്റൻസ് അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ്. ഇവിടെ ഈ വധശിക്ഷ
ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ് ആയി മാറുമ്പോൾ അതിനെയാണ് കമ്മ്യൂട്ടേഷൻ ഓഫ് സെന്റൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ് ജീവപര്യന്തം തടവിന് കോടതികൾ വിധിച്ചിട്ട് പിന്നീട് ആ തടവ് ശിക്ഷ ഒരു പ്രത്യേക കാലപരിധിക്ക് ഉള്ളിൽ തീർക്കുമ്പോൾ അതിനെ കമ്മ്യൂട്ടേഷൻ ഓഫ് സെന്റൻസ് എന്നാണ് പറയുന്നത്. ഇനി കഠിന തടവിനെ ലളിത തടവായിട്ട് മാറ്റുമ്പോഴും ഇതിനെയും കമ്മ്യൂട്ടേഷൻ ഓഫ് എ സെന്റൻസ് എന്നാണ് പറയുന്നത്. അടുത്തതായി പരോൾ. പലപ്പോഴും നമ്മൾ കേട്ടു പരിചയമുള്ള ഒരു വാക്കാണ് പരോൾ എന്ന് പറയുന്നത്. ഒരു കുറ്റവാളിക്ക് കോടതി വിധിക്കുന്ന ശിക്ഷ അത് പൂർണ്ണമായി അനുഭവിച്ചു തീരുന്നതിന് മുൻപ് താൽക്കാലികമായി അയാളെ ജയിൽ വിമുക്തനാക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് പരോൾ എന്ന് പറയുന്നത്. കോടതികൾ പരോൾ സാധാരണയായി അനുവദിക്കുന്നത് വീട്ടിലെ പ്രധാന ചടങ്ങുകൾ പങ്കെടുക്കുന്നതിനോ അല്ലെങ്കിൽ വൈദ്യസഹായത്തിനോ മറ്റുമായിരിക്കാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കോടതി ഒരു കുറ്റവാളിയെ 10 വർഷത്തിന് തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു. അതിൽ ഒരു 3 വർഷം തടവ് ശിക്ഷ അനുഭവിച്ചതിന് ശേഷം ആ കുറ്റവാളിയുടെ പിതാവിന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് പോകണമെന്നാവശ്യപ്പെട്ട് അയാൾ ഒരു ആപ്ലിക്കേഷൻ കോടതിയിൽ നൽകുമ്പോൾ കോടതി ആ ആപ്ലിക്കേഷൻ പരിഗണിച്ച് അയാൾക്ക് കുറച്ചു കാലത്തേക്ക് ജയിൽ വിമുക്തനായി അദ്ദേഹത്തിന്റെ കുടുംബത്തിനോടൊപ്പം ചെലവഴിക്കുവാനുള്ള അനുവാദം കൊടുക്കുന്നു. ഈ കാലയളവിൽ ആ കുറ്റവാളിക്ക് കുറച്ചേറെ നിബന്ധനകൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ഈ കാലയളവ് തീരുന്നതോടുകൂടി ആ കുറ്റവാളിക്ക് ജയിലിൽ തിരിച്ചു പോയി അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള ശിക്ഷ അനുഭവിച്ച് തീർക്കേണ്ടതാണ്. അടുത്തതായി പ്രൊബേഷൻ. പ്രൊബേഷൻ നമുക്ക് പലപ്പോഴും നമ്മൾ കേട്ട് പരിചയമുള്ള ഒരു വാക്കാണ്. ഈ പ്രൊബേഷൻ എന്ന് പറയുന്നത് ജയിൽ ശിക്ഷയ്ക്ക് ഒരു ബദലാണ്. ഒരു കുറ്റവാളി ആദ്യമായിട്ട് കുറ്റം ചെയ്യുന്നവർ അല്ലെങ്കിൽ 18 വയസ്സിന് താഴെയുള്ള കുറ്റവാളികൾ ഇവർ ചെയ്ത കുറ്റകൃത്യത്തിന്റെ തീവ്രത വളരെ ലഘുവായിരിക്കുകയും ഇവർ സമൂഹത്തിന് വലിയ പ്രശ്നക്കാരല്ല എന്ന് കോടതികൾക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ കോടതികൾ ഇവർക്ക് ജയിൽ ശിക്ഷ കൊടുക്കാതെ ഒരു പ്രൊബേഷൻ ഓഫീസറിന്റെ കീഴിൽ അവരുടെ ഭവനങ്ങളിൽ തന്നെ കുറച്ച് വ്യവസ്ഥകൾ പാലിച്ച് താമസിക്കാവുന്നതാണ്. ഉദാഹരണത്തിന്, ഒരു കുറ്റവാളി 100 രൂപ മോഷ്ടിച്ചു. ഇത് അയാൾ ആദ്യമായി ചെയ്ത കുറ്റമാണെന്നും ഇനി ഒരിക്കലും മോഷണ ശ്രമം നടത്തുകയില്ല എന്നും കോടതി നിർദ്ദേശിക്കുന്ന വ്യവസ്ഥകൾ പാലിച്ചു കൊള്ളാമെന്നും അയാൾ കോടതിയെ ധരിപ്പിക്കുമ്പോൾ കോടതി അയാൾക്ക് തടവ് ശിക്ഷയ്ക്ക് പകരം അയാളെ ഒരു പ്രൊബേഷൻ 2 വർഷം അല്ലെങ്കിൽ 1 വർഷം പ്രൊബേഷനിൽ അയാൾക്ക് ശിക്ഷ കൊടുക്കുന്നു. ഈ പ്രൊബേഷൻ കാലയളവിൽ ആ കുറ്റവാളി ഒരു പ്രൊബേഷൻ ഓഫീസറിന്റെ നിരീക്ഷണത്തിലായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു.